തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കില്ലെന്ന് മുൻ MLA S രാജേന്ദ്രൻ. CPI-ലോ BJP-യിലോ മത്സരിക്കുന്ന തന്നെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും S രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. സ്ഥാനാർത്ഥികൾക്കായി ത്രിതല തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ദേവികുളം താലൂക്കെല്ലാം. നിലവിൽ ദേവികുളം താലൂക്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ആവേശകരമായി നടക്കുമ്പോൾ തന്നെ S രാജേന്ദ്രൻ MLA CPM-ന്റെ വലിയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ BJP-ക്ക് ഒരു രഹസ്യമായി ഒരു പ്രചരണം നടത്തുന്നതായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? BJP-ക്ക് നേരിട്ട് വോട്ട് അങ്ങനെ ചോദിച്ചു പോയിട്ടില്ല. എന്നാൽ ദീർഘകാലമായി എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട്, അല്ലാത്ത പാർട്ടികളിലും ഉണ്ട്. അപ്പം BJP-ക്ക് മാത്രമായി വോട്ട് ചോദിച്ചു എന്ന് പറയാനാവില്ല. മറ്റു പാർട്ടികളിലും, അതായത് CPM ഒളികെ ബാക്കി പാർട്ടികൾ നിൽക്കുന്ന ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം, എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രചരണത്തിന് ഇറങ്ങിയില്ല. ചില വീടുകളിൽ ചില വ്യക്തികളോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ഫോൺ നമ്പറിൽ അവരോട് വിളിക്കുകയും സംസാരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ചില വീടുകളിൽ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. CPM-ന് പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, ബാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ, നമ്മൾ പൂർണ്ണമായും നല്ല മനസ്സോട് പ്രവർത്തിച്ച സമയത്ത് പോലും അവർക്ക് സംശയമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും അതും അവസാനം പിന്നെ പ്രവർത്തിച്ചു എന്ന് പ്രവർത്തിക്കുകയും എന്നാൽ എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സമയത്തിന് അടിസ്ഥാനത്തിൽ ചില നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ ഉള്ളിടത്തോളം ആ പാർട്ടിയുമായി സഹകരിക്കാൻ, ആ വ്യക്തികളുമായിട്ട്, പാർട്ടിയല്ല വ്യക്തികളുമായി സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ലേബലിൽ നിൽക്കുന്ന ആർക്കും നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ പോലെ നേരെ ശത്രുവാണല്ലോ അല്ലെങ്കിൽ പിന്നെ BJP എന്നുള്ള മട്ടിലാണല്ലോ കാണുന്നത് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായി അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. ഞാൻ കണ്ടു എന്നുള്ളതല്ല, ആശയപരമായി ഞാൻ കണക്കാക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ എന്തുകൊണ്ടോ ആളുകളും മറ്റു വ്യക്തികളും അടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബാധ്യതകൾ ചിലത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് അങ്ങനെ പറഞ്ഞു. അത് പാർട്ടി കണ്ടുകൊണ്ടല്ല, BJP ആണെന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ അങ്ങനെ കണ്ടുകൊണ്ടല്ല, ആളുകളുടെ അടുപ്പവും വ്യക്തി ഇടപെടലും കണ്ടുകൊണ്ട് മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്ന സഹായമാണ്. നിലവിൽ CPM-ന്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ മെമ്പർഷിപ്പും ഒന്നും പുതുക്കിയിട്ടില്ല. നിലവിൽ തിരഞ്ഞെടുപ്പ് എല്ലാം ആവശ്യകരമായി നടക്കുന്നു. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ കാണും? അത് തെരഞ്ഞെടുപ്പുകൾ വരും, പ്രക്രിയയില്ലേ. തെരഞ്ഞെടുപ്പുകൾ വരും, തെരഞ്ഞെടുപ്പ് കടന്നു പോകും. അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ മാറി നിന്നോ അല്ലെങ്കിൽ പുതുപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് CPM-ന് ഉണ്ട്. അത് കടന്നു പോകും. തെരഞ്ഞെടുപ്പുകൾ പ്രക്രിയ അതും നടക്കും. ഫലാഫലങ്ങൾ അതിനനുസരിച്ച് നേതാക്കന്മാരാണല്ലോ ആശയം കൊണ്ടെത്തിക്കുന്ന ആളുകൾ. അപ്പം അവരുടേതായ ഇടപെടലിന്റെ ഭാഗമായി അതിന്റെ റിസൾട്ടും വരും. നിലവിൽ ഈ CPM പാർട്ടി കുറേ അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും തങ്ങൾ പോകാൻ തയ്യാറായില്ലെന്നാണ് ഒരു ആരോപണം. നേതാക്കന്മാർ, അതായത് സംസ്ഥാന തലത്തിൽ ഉള്ള നേതാക്കൾ, അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കൾ പോലും ഇടപെട്ടിരുന്നു, സംസാരിച്ചിരുന്നു, അനുകൂലിച്ചിരുന്നു. എനിക്കും താല്പര്യമായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഏറ്റവും സഹകരിക്കേണ്ട സ്ഥലത്തുള്ള ആളുകൾ, നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ താല്പര്യം അവർ കാണിക്കുന്നില്ല, സഹകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള വാചകങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുണ്ടെന്ന് വെച്ചാൽ, ഈ വളരെ സിമ്പിളായി പറഞ്ഞാൽ, നോട്ടീസ് സർക്കാരുടെ നോട്ടീസുകളിൽ പോലും രാജേന്ദ്രന്റെ പേര് വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഇപ്പോൾ സ്കൂൾ ബസ്, ആ ബസ്സിൽ വാങ്ങിച്ചു കൊടുത്ത ബസ്സിൽ എഴുതിയിട്ടുള്ള പേര് പോലും FC-ക്ക് പോകുമ്പോൾ മായ്ച്ചു കളയണം എന്ന് നിർദ്ദേശം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇനി വരുന്ന ഭവിഷ്യത്തുകൾ എന്തെങ്കിലും വന്നാൽ അതിനെയെല്ലാം പഴി ചുമക്കേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ടാണ് അടുക്കാതിരിക്കുന്നത്. നിലവിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു തീർച്ചയായും അത് ചെയ്യും. ഏത് പാർട്ടിയൊന്നും നോക്കത്തില്ല, അങ്ങനെ നോക്കത്തില്ല. ഈ പാർട്ടി മാത്രം നോക്കും. ഏത് പാർട്ടി? CPM-നെ അനുകൂലിക്കില്ല. ബാക്കി CPI അതവർക്കൊക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രചരണം അങ്ങനെയല്ല.
ഒറ്റപ്പെട്ട് ഇന്ന ആളുകളോട് അവർക്കറിയാം ആരൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നു, അങ്ങനെയല്ല ചില ആളുകളെ വിളിച്ച് പറയുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ധൈര്യപൂർവ്വമായി ചെയ്തിട്ടുണ്ട്. മുൻ MLA എസ് രാജേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, മുൻ MLA എസ് രാജേന്ദ്രന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. CPM-നെ പിന്തുണയ്ക്കില്ല, CPI-ലോ BJP-ലോ മത്സരിക്കുന്ന തന്നെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും CPIM-ന് വലിയൊരു തിരിച്ചടിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥികളെ താൻ പിന്തുണയ്ക്കില്ലെന്ന് എസ് രാജേന്ദ്രൻ XMLA തുറന്നടിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയും പരസ്യപ്രചരണം താൻ നടത്തിയിട്ടില്ല. BJP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്കുള്ളിൽ പലരും മുൻ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. ഇവരെ തിരിച്ചു സഹായിക്കും. BJP-ക്ക് വോട്ട് ചെയ്തതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വ്യക്തിബന്ധമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഫോണിലൂടെ പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതിൽ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ച് തന്റെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ആരോപണം പിന്നീട് നടന്ന സമ്മേളനങ്ങളിലൊന്നും വന്നിട്ടില്ല. ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചേർന്നാണ് മറയൂരിൽ വെച്ച് സമ്മേളന റിപ്പോർട്ട് തനിക്കെതിരാകുന്ന രീതിയിൽ തിരുത്തിയത്. താൻ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. പ്രാദേശികമായി ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നുവെങ്കിൽ ഏതു പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സമില്ലെന്നാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ BJP-ക്ക് രഹസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പലരെയും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. ഫോണിലൂടെയാണ് ഈ വോട്ട് അഭ്യർത്ഥിച്ചത്. നിലവിൽ പരസ്യ പ്രചരണം നടത്തുന്നില്ല. പക്ഷേ തനിക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ താൻ ഫോണിലൂടെ ബന്ധപ്പെട്ട് അത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കും എന്ന് രാജേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ജനങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായി ഉയർച്ചുണ്ടാൻ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് താല്പര്യം. ഇതൊരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഈ രാജ്യത്തിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന രാജയ്ക്കെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപിച്ച് തന്നെ ഈ CPM പ്രവർത്തകർ, അത് CPM ജില്ലാ സെക്രട്ടറി അംഗം തനിക്കെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ആരോപണം ഉയർത്തി തന്നെ നാണം കെടുത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ രാജേന്ദ്രന്റെ ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM-നെ പൂർണ്ണമായി താൻ പിന്തുണയ്ക്കില്ലെന്ന ഒരു മറുപടിയുമായി തുറന്നടിച്ച് തന്നെ എസ് രാജേന്ദ്രൻ XMLA ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കില്ല എന്നാണ് മുൻ MLA എസ് രാജേന്ദ്രൻ പറയുന്നത്. CPI-ലോ BJP-യിലോ മത്സരിക്കുന്ന തന്നെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും എസ് രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള വിഷൻ ന്യൂസിനോടുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് ആണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കേരള വിഷൻ ന്യൂസിലൂടെയായിരുന്നു മുൻ MLA എസ് രാജേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ാരിയെ ബലാത്സംഗം ചെയ്തെന്ന രണ്ടാമത്തെ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ വാദം പൂർത്തിയാകുന്നതുവരെ തന്നെ അറസ്റ്റ് തടയണമെന്ന രാഹുലിന്റെ ഇടക്കാല ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വിവരങ്ങൾ ഫൈസൽ അസീസ് നൽകും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ അറസ്റ്റിൽ ഹൈക്കോടതി തടഞ്ഞിരുന്നു. എന്നാൽ രണ്ടാമത്തെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുമില്ല. മാത്രമല്ല രണ്ടാമത്തെ കേസിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ വിശദമായ വാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടേതാണ് ആ ഒരു കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടുമില്ല. ഹർജിയിൽ വിധി വരുന്നത് വരെ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. FIR നിലനിൽക്കില്ലെന്നും പരാതിക്കാരില്ലാത്ത FIR ആണെന്നുമാണ് രാഹുലിൻ്റെ വാദം. അതായത്
കഴിഞ്ഞ ഡിസംബർ 3-നാണ് ഈ FIR ഇട്ടത്. അതിൽ രാഹുൽ മാത്രമാണ് രാഹുലിന്റെ മാത്രമാണ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത്. അത് പരാതി നൽകിയുടെ ആൾ അൺനോൺ എന്നാണ് ചേർത്തിട്ടുള്ളത് FIR-ൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രാഹുൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ പരാതിക്കാരുടെ പേര് അതിൽ ചേർത്തിട്ടില്ല എന്നാണ്, പരാതിക്കാരില്ലാത്ത FIR ആണെന്നാണ് രാഹുൽ വാദിച്ചിരിക്കുന്നത്. അതായത് തന്നെ നിർബന്ധിച്ച് വിവാഹ വാഗ്ദാനം നൽകി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഹോട്ടലോ അല്ലെങ്കിൽ റിസോർട്ടോ തോന്നുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു, അതിനുശേഷം ശരീരമാസകലം മുറിവേൽപ്പിച്ചു എന്നൊക്കെയാണ് ആ FIR ചേർത്തിരിക്കുന്നത്. അതാണ് യുവതിയുടെ മൊഴിയും. ഏതായാലും KPCCക്കാണ് പരാതി ലഭിച്ചത്. KPCC ആ പരാതി DGPക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ KPCC പ്രസിഡന്റ് ലഭിച്ചത് ഇമെയിൽ സന്ദേശം മാത്രമാണെന്നാണ് രാഹുൽ വാദിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു കേസാണിതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ഇത് 2023-ലെ പരാതിയാണെന്നും KPCC പ്രസിഡന്റ് പരാതി കിട്ടിയത് കൊണ്ടല്ലേ KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയത് കൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതമായതെന്നുമാണ് കോടതി തിരിച്ച് ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ഇത് 2023-ലെ പരാതിയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയത് കൊണ്ടല്ലേ ഇത് രാഷ്ട്രീയ പ്രേരിതമായി ചൂണ്ടിക്കാണിച്ചത് എന്നാണ്, അല്ലെ രാഷ്ട്രീയ പ്രേരിതമായതെന്നും ആയതല്ലേ എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസിൽ വാദം പൂർത്തിയാകുന്നതുവരെ തന്നെ അറസ്റ്റ് തടയണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യവും തിരുവനന്തപുരം സെഷൻസ് കോടതി അംഗീകരിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയ പ്രേരിത കേസാണോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം പോലീസിന് ഫോർവേഡ് ചെയ്തതെന്നും അറസ്റ്റ് തടയാൻ ഈ കോടതിക്ക് അധികാരമില്ലെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. 2023-ലെ പരാതിയല്ലേ എന്ന് ചോദിച്ച കോടതി ആ സാഹചര്യത്തിൽ അറസ്റ്റ് തടയുന്നതിന് കോടതിക്ക് അധികാരമുണ്ടെന്നും എന്നാൽ പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇപ്പോൾ അറസ്റ്റ് തടയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം. മാങ്കൂട്ടത്തിലിന്റെ ആദ്യ കേസിലെ അറസ്റ്റ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞു. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിയാണ് കോടതി നടപടി. കേസ് വീണ്ടും ഈ മാസം 15-ന് പരിഗണിക്കും. വിവരങ്ങൾ ആന്റണി ജിസ്റ്റോർസ് നൽകും. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ വളരെ ആശ്വാസം നൽകുന്ന ഒരു തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഈ കേസ് കോടതി രാവിലെ ചേർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ കേസ് ആദ്യം തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കോടതി ഇക്കാര്യത്തിൽ ഒരു വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 15-ാം തീയതിയിലേക്ക് കേസ് മാറ്റി വെക്കുകയാണ് ചെയ്തത്. സാധാരണ നിലയിൽ വിശദമായ വാദം കേട്ട ശേഷം മാത്രമേ തുടർ നടപടികൾ തീരുമാനമെടുക്കാവൂ എന്നുള്ള കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. തുടർന്നാണ് ഗുരുതരമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ഉള്ളതെന്ന് ജസ്റ്റിസ് K. ബാബു ബെഞ്ച് പറഞ്ഞത്. അതിനുശേഷമാണ് വിശദമായ വാദം കേട്ട ശേഷമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കിയത്. തുടർന്ന് ഈ മാസം 15-ലേക്ക് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. അതിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് തനിക്കെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. വൈകിയാണ് പരാതി നൽകിയത്. അത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, അത് സാധാരണ നിലയിൽ പോലീസിന് നൽകേണ്ട പരാതിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല ഈ സൗഹൃദത്തിലായിരിക്കുകയും പിന്നീട് പിണങ്ങിക്കഴിയുമ്പോൾ ഈ ഇത്തരത്തിൽ ബലാത്സംഗ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികളടക്കം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ഹർജിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ അറസ്റ്റ് തടയാനുള്ള കോടതി ഉത്തരവിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും അത് കോടതി അംഗീകരിച്ചില്ല. ഏതായാലും 15-ാം തീയതി വിശദമായി തന്നെ ഈ കേസിൽ കോടതി വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ
മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തോട് കേസിന്റെ ഡയറി ഹാജരാക്കാൻ ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അന്ന് വിശദമായ വാദം കേൾക്കും, അതിനുശേഷം തീരുമാനമെടുക്കും. ഏതായാലും 10ാം ദിവസമാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആശ്വാസ തീരുമാനം ഉണ്ടാകുന്നത്. നിലവിൽ 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടം കർണാടകയിൽ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ ഇനിയിപ്പോൾ അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം വന്ന ശേഷമായിരിക്കും അന്വേഷണ സംഘം മറ്റു നീക്കങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത്. വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. ജാമ്യാപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ വാദങ്ങൾ തള്ളിക്കളയാനാവില്ലെന്നും വ്യക്തമാക്കിയ കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, രാഹുൽ ഈശ്വറിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി. എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്? കാർത്തു, രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അതായത് തുടർച്ചയായാണ് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത്. അത് ഒക്കെ തള്ളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അതിജീവിതയായ യുവതിയെ അപമാനിച്ചു, സൈബർ ഇടത്തിൽ അപമാനിച്ചു എന്നാണ് രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഒരു പരാതി ഉണ്ടായിരുന്നത്. അതിലാണ് പോലീസ് കേസെടുത്തത്. അങ്ങനെ രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം ജയിലിൽ അടക്കുകയും ചെയ്തു. ആ കേസിലാണ് ഇപ്പോൾ കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ഈ പുരുഷ കമ്മീഷനെ വെക്കണം, അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. അതായത് വെള്ളം മാത്രം കുടിച്ചാണ് അദ്ദേഹം, ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചാണ് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോടുൾപ്പെടെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് മാധ്യമങ്ങളോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. ഈ വെള്ളം മാത്രമാണ് ഇത്തരം ദിവസം കുടിക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് സ്ഥിരം പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ തന്നെയും കോടതി അംഗീകരിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത് ഇത് ആദ്യമായാലും ഇത്തരം പ്രവണത ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കരുത് എന്നാണ് കോടതി പറയുന്നത്. തെറ്റായ സന്ദേശമാണ് നൽകുക എന്നാണ് കോടതി പ്രോസിക്യൂഷൻ വിശദമാക്കിയത്. അതായത് ഇദ്ദേഹത്തിന് ജാമ്യം നൽകുന്നതോടുകൂടി ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് കോടതി വിശദമാക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായാണ് ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ജയിലിൽ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ പറഞ്ഞത് താൻ FIR മാത്രമാണ് അത് വിശദമാക്കിയത്, വേറൊന്നും വിശദീകരിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിലൊക്കെ പറഞ്ഞത്. എന്നാൽ ഈ വാദങ്ങളൊന്നും കോടതി അംഗീകരിച്ചില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹത്തെ ജയിലിൽ തുടരും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. ജാമ്യാപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ വാദങ്ങൾ തള്ളിക്കളയാനാവില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജിന് വധഭീഷണി. വീടിന് മുന്നിൽ 2 ബാർ എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയതായി റിനി പറഞ്ഞു. വീടിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമമുണ്ടായെന്നും റിനി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല, അത് അവരുടെ ജോലിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം?
കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ്? ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒളിവിരിക്കുകയല്ലോ. അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ, ഭാവിയിലെ നിക്ഷേപമാണ് എന്ന് കണക്കാക്കിയ ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളിലേ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ അവർക്കാണ് എവിടെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത്. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് ഇപ്പോൾ അറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അറിയില്ല. കേരളത്തിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുന്നിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നല്ല കൃത്യമായി അറിയാം. ഒരു പ്രതിയെ സംബന്ധിച്ചോ ആ പ്രതി എവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഏക വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഒന്ന് ഞാൻ പറയാം, ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയത് മറ്റൊരു നിവർത്തിയുമില്ലാത്തത് കാരണമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കുന്നംകുളം നഗരസഭ അൽത്താറ്റ് ഈസ്റ്റ് വാർഡിലെ CPM സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിലായിരിക്കും കോൺഗ്രസിനെ രേഖപ്പെടുത്തുക എന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. കോടതി ജാമ്യം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ രാജിവെക്കാൻ പറഞ്ഞു അഥവാ പുറത്താക്കി എന്ന് പറയുന്നത് കോൺഗ്രസ് ഏതെങ്കിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധി കൂടിയായിട്ടുള്ളൊരു പ്രതിയെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസ് രേഖപ്പെടുത്തുക. ഇപ്പോൾ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് എന്തോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെ ഉള്ള നടപടിയാണ്. തീർച്ചയായിട്ടും ജാമ്യം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ ഏതു മിനിറ്റിലും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് പേടിച്ചുകൊണ്ട് നടത്തിയ കേവല ഏർപ്പാട് തന്നെയാണ്. സസ്പെൻഡ് ചെയ്തു എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വ്യാപകമായി അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കൊപ്പം, എന്തിനേറെ പറയുന്നു കോൺഗ്രസിൻ്റെ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ നിർണയിച്ചത് പോലും അദ്ദേഹം തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ്. കൊല്ലം കുട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ നടപടിയുമായി കേന്ദ്രം. കരാർ കമ്പനിയെ 1 മാസത്തേക്ക് വിലക്കി കരിമ്പട്ടികയിൽപ്പെടുത്താതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. മറുപടി തൃപ്തികരമല്ലെങ്കിൽ 3 വർഷം വരെ വിലക്ക് ഏർപ്പെടുത്തും. അതേസമയം തകർന്ന സർവീസ് റോഡ് ഡിസംബർ 8 മുമ്പ് ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ അറിയിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് തകർന്നു. മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. അപകട സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ വാൻ അടക്കം ഉണ്ടായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപാകതയുണ്ടെന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസിനെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ദേശീയപാത തകർന്ന സർവീസ് റോഡിന്റെ താഴ്ന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. റോഡിൽ തിരക്കുള്ള സമയത്ത് നിർമ്മാണത്തിലുള്ള പാതയുടെ വശത്തോട് ചേർന്ന് സർവീസ് റോഡ് വിണ്ടുകീർന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വാഹനങ്ങൾ നിരവധിയുള്ള സമയത്താണ് സംഭവം. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് താഴ്ന്നു പോകുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. മൈലക്കാട് ഉയരപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് മൈലക്കാട് അപ്രോച്ച് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. ദേശീയപാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടിഞ്ഞു വീണ സർവീസ് റോഡ് തകരുകയും ചെയ്തിരുന്നു. റോഡ് തകർന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി.
നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് സംസ്ഥാന സർക്കാരിന്റെ തലയിലിടാൻ കരുതിയാൽ നടപ്പില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന വിഷയത്തിൽ റോഡിന്റെ രൂപരേഖയിൽ പോരായ്മയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഏജൻസിയും NHA നോക്കണമെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ഈ ഭാഗത്ത് വളരെ താഴ്ചയിൽ മണ്ണിട്ട് പൊങ്ങി വന്നതിന്റെ ഡിസൈനിന്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡിസൈനാണ് NHA ആണ് ടെക്നിക്കലി നോക്കുന്നത്. അപ്പൊ NHAയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് തങ്ങൾക്കുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ പലരും മത്സരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും തങ്ങൾക്ക് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പൊ പലരും മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല. UDFകാർക്കുള്ള പ്രചരണ മെറ്റീരിയലുകൾ ഇപ്പൊ തയ്യാറാക്കുന്നതിന് പോലും ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത്. മുഖ്യമന്ത്രി കാപട്യത്തിന്റെ പര്യായമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-ന് 4 പതിറ്റാണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമെന്നും ദേശാഭിമാനി പത്രം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് സഖ്യമില്ല, അവരുടെ പിന്തുണ ആവശ്യമില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഒരു കാലത്തും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ വന്ന് ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു കാലത്തും ഞങ്ങൾ അവരുടെ പിന്തുണ തേടി പോയിട്ടില്ല. ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 1977 മുതലാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് CPM-നാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2019 വരെ, അതായത് 42 വർഷക്കാലം അവർ LDF-ന്റെ കൂടെയായിരുന്നു. എന്നിട്ട് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് 4 പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈതൂങ്ങി നടന്ന ആളുകൾ ഇപ്പൊ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ എല്ലാം അറിയാം. കാപട്യമേ അങ്ങയുടെ പേര്, അങ്ങയുടെ കാപട്യത്തിന്റെ പര്യായമാണ് അന്ന്. ഇങ്ങനെ ഈ വന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്ന് ഒരു ബന്ധമില്ല, കണ്ടിട്ട് പോലുമില്ല, ഏത് ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പിണറായി വിജയനെ പോലെ ഒരാളെ ചോദിക്കാമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ട് കിട്ടിയാലും വാങ്ങുമെന്നും അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടേതാണോ അല്ലയോ എന്ന് നോക്കാറില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങളത് സ്വീകരിക്കും. ഇപ്പോൾ ഇന്ന ആൾ വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആണോ അത് പരിശോധിക്കാറ്, അത് അങ്ങനെ പരിശോധിക്കാറില്ല ഞങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് 100% സ്വീകരിക്കും എന്ന് മാത്രമാണ്. കേരളത്തിൽ BJP മികച്ച വിജയം നേടുമെന്ന് നടിയും BJP നേതാവുമായ ഖുശ്ബു. സുരേഷ് ഗോപി വിജയിപ്പിച്ചെടുത്ത കൂടുതൽ വിജയം നേടാൻ കഴിയുമെന്നും സുരേഷ് ഗോപിയുടെ കഠിനാധ്വാനം മുതൽക്കൂട്ടാകുമെന്നും ഖുശ്ബു പറഞ്ഞു. കേരള സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നത് സ്വപ്നമാണ്. എല്ലാവർക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ട്. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണെന്നും ഖുശ്ബു പറഞ്ഞു. It is giving a huge support to the entire BJP government and to the dreams of our Prime Minister Narendra Modi sir, the kind of dreams he has for the entire country and Kerala being part of India.
It's one of the most progressive state, and that is how we would like to look at it, with 100% literacy. We are very sure with Suresh Gopi sir and his ideas and his vision, taking the vision of the Prime Minister forward, he is going to do a great job, and BJP is doing well. Everybody has a right to dream big, we say. That's what APJ Kalam said. So all the very best to Pinarayi Vijayan sir. But I'm sure that there has to be an end to all the wrongdoings in life somewhere, and this is the end. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂരിൽ പ്രചരണത്തിനിടെയാണ് ഇത്തരത്തിൽ ഖുശ്ബുവിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ BJP മികച്ച വിജയം നേടുമെന്നാണ് ഖുശ്ബു പറയുന്നത്. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്ത് കൂടുതൽ വിജയം നേടാൻ കഴിയുമെന്നും സുരേഷ് ഗോപിയുടെ കഠിനാധ്വാനം മുതൽക്കൂട്ടാകുമെന്നുമാണ് ഖുശ്ബു പറയുന്നത്. കൂടാതെ കേരള സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നത് സ്വപ്നമാണെന്നുമാണ് ഖുശ്ബു പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് കേന്ദ്രം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരം നഗരസഭയിൽ BJP വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഭരണത്തിന്റെ നൈപുണ്യം എത്തേണ്ട ഒരു ചുമതലയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏൽപ്പിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് വരുമെന്ന് കഴിഞ്ഞ മൺസൂൺ സെഷന്റെ അവസാന ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി പ്രസംഗം ലോക്സഭയിൽ നടത്തിയത് ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. തുടക്കം കുറിച്ചു കഴിഞ്ഞു. യൂണിഫോം സിവിൽ കോഡ് വരട്ടെ, വന്നിരിക്കും, പ്രാർത്ഥിക്കും. കേരളത്തിൽ PM-ശ്രീ നടപ്പാക്കില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF മുന്നണിക്ക് ഒരു നിലപാടാണ്, CPM-നും CPI-ക്കും വ്യത്യസ്ത നിലപാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI-ക്കും CPM-നും PM-ശ്രീ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളില്ല, ഒരഭിപ്രായമാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഊതിപ്പെരിപ്പിച്ച് ഇപ്പൊ മലയിടിഞ്ഞ് വീഴും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് PM-ശ്രീ സംബന്ധമായതൊന്നും LDF സർക്കാർ ചെയ്യില്ല എന്ന് LDF തീരുമാനിച്ചിട്ടുണ്ട്, CPM തീരുമാനിച്ചിട്ടുണ്ട്, CPI-ക്കും അറിയാം, എല്ലാ LDF ഘടകങ്ങൾക്കും അറിയാം കേരളത്തിൽ PM-ശ്രീ നടപ്പിലാക്കില്ല. എന്തുകൊണ്ടെന്നാൽ PM-ശ്രീയുടെ ആത്മാവ് NEP ആണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ അപ്പീൽ രേഖപ്പെടുത്തും. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ദിനമാണ് ഡിസംബർ 6 CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ മതേതര സംസ്കൃതിയോടെ അടിത്തറയാണ് തകർന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഡിസംബർ 6 ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ദിവസമാണ്, മറക്കാൻ പാടില്ല. 1992 ഇതേ നാളിലാണ് അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർന്നു വീണത്. ഈ നാടിൻ്റെ മതേതര സംസ്കൃതിയാണ്, അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ മൂല്യങ്ങളാണ്. വാർത്തയിലേക്കാണ്. മസാല ബോണ്ടിലെ ED നോട്ടീസിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി. ED നോട്ടീസ് പരിഹാസമാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഫണ്ട് ചെലവഴിച്ചത്. അത് ചെലവഴിച്ചു എന്ന് പറയുക തന്നെ ചെയ്യും. ഭൂമി ഏറ്റെടുക്കുന്നത് നിശ്ചിത ആവശ്യത്തിന് വേണ്ടി, നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. കേരളത്തിൽ വിവിധ വൻകിട പദ്ധതികൾക്കായി സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 20,000 കോടി രൂപ ചിലവ് വന്നിട്ടുണ്ട്. ഇതൊക്കെ തടയിടാൻ ഉദ്ദേശമെങ്കിൽ അതൊക്കെ നടക്കാൻ പോകുന്നില്ല. ഇതാണ് അത്തരക്കാരോട് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഈ 10 വർഷ കാലയളവിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചത് എത്രയാ? 1.5 ലക്ഷം കോടിയോളം രൂപ. ഇപ്പോ കിഫ്ബിക്ക് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം നിങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി പണം ചെലവഴിച്ചു എന്നാണ്. ഇത്രമാത്രം പരിഹാസ്യമായ ഒരു നിലപാട് യഥാർത്ഥത്തിൽ വരാനില്ല. ഞങ്ങൾക്കതിൽ ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പണം ചെലവഴിച്ചിട്ടുണ്ട്, കിഫ്ബിയിലൂടെ തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. അത് പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി തന്നെയാണ്. ഇതില് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. കിഫ്ബി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അണുകിട അതിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് ഇത് മാത്രമല്ലല്ലോ, ഇനിയും വരാനുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു എന്ന് വരാം. പക്ഷെ അതൊന്നും ഞങ്ങളെ എതിരായി ബാധിക്കുന്ന കാര്യമല്ല. 20,000 കോടി രൂപ ചെലവിടേണ്ടതായിട്ട് വരും.
ഇതൊക്കെ തടയാനാണ് ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നത് മാത്രമേ അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ചില പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കടക്കലിൽ അരിഷ്ടം കുടിച്ചതിന്റെ പണം ചോദിച്ചതിന് മർദ്ദനമേറ്റ ജീവനക്കാരൻ മരിച്ചു. കടക്കൽ മണൽവട്ടം സ്വദേശി 70 വയസ്സുള്ള സത്യബാബുവാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 15-ാം തീയതിയായിരുന്നു സംഭവം. മണൽവട്ടത്ത് പ്രവർത്തിക്കുന്ന അരിഷ്ടക്കടയിലെത്തിയ കടക്കൽ തുടയന്നൂർ സ്വദേശി സിനുവിനോട് അരിഷ്ടക്കടയിലെ ജീവനക്കാരനായ സത്യബാബു മുൻപ് അരിഷ്ടം കുടിച്ചതിന്റെ പണം നൽകാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യത്തിൽ സിനു സത്യബാബുവിനെ അടിച്ച് റോഡിൽ തള്ളിയിടുകയും തല പിടിച്ച് റോഡിൽ ഇടിക്കുകയും ചെയ്യുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സത്യബാബുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ഉച്ചയോടുകൂടി മരിക്കുകയായിരുന്നു. മർദ്ദിച്ച സംഭവത്തിൽ കടക്കൽ പോലീസ് സിനുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൊലപാതകത്തിനാണ് കടക്കൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. സിനുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് കടക്കൽ പോലീസ് നിലവിൽ അറിയിക്കുന്നത്. കഴിഞ്ഞ മാസം 15-ാം തീയതിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അരിഷ്ടക്കടയിലെ ജീവനക്കാരനായ സത്യബാബുവാണ് ഇത്തരത്തിൽ മരിച്ചത്. മുമ്പ് അരിഷ്ടം കുടിച്ചതിന്റെ പണം നൽകാൻ ആവശ്യപ്പെട്ട വൈരാഗ്യത്തിലാണ് സിനു സത്യബാബുവിനെ അടിച്ച റോഡിലിടുകയും പിന്നീട് തല പിടിച്ച് റോഡിൽ ഇടിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ സത്യബാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിൽ അല്ലെങ്കിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു മരണമുണ്ടായത്. മർദ്ദിച്ച സംഭവത്തിൽ കടക്കൽ പോലീസ് സിനുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ തെളിവെടുപ്പൊക്കെ നടത്തേണ്ട കാര്യമുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ മാസം 15-ാം തീയതിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. അട്ടപ്പാടി പുതൂരിലാണ് സംഭവം. പുതൂർ ബീച്ച് അസിസ്റ്റന്റ് കളിമാത്തുവാണ് കൊല്ലപ്പെട്ടത്. കടുവ സെൻസസിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. മുള്ളി ഭാഗത്ത് വെച്ച കാട്ടാനയെ കണ്ട ഇരുവരും ഓടുകയായിരുന്നു. തുടർന്ന് RRD സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതൂർ സ്റ്റേഷൻ പരിധിയിലെ കടുവ സെൻസസ് ബ്ലോക്ക് നമ്പർ 12-ൽ സെൻസസിന് പോയതായിരുന്നു സംഘം. ശബരിമല വാർത്തയിലേക്ക്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. 3660 പേരാണ് ഇന്നലെ മാത്രം കാനനപാതയിലൂടെ സന്നിധാനത്തെത്തിയത്. ഈ സീസണിൽ ശരാശരി 2000 പേരായിരുന്നു ദിവസേന ഈ പാത വഴി എത്തിയിരുന്നത്. ഭക്തരുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പാതയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാതയിൽ ഉടനീളം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. പുല്ലുമേട് പാത വഴി എത്തുന്നവർക്ക് 18-ാം പടി ചവിട്ടുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. ഇവർക്ക് വാവരുസ്വാമി നടയ്ക്ക് മുന്നിലൂടെ അഴിക്ക് സമീപമുള്ള ആൽമരത്തിനരികിലൂടെയുള്ള വഴിയിലൂടെ പ്രവേശിച്ച് 18-ാം പടി ചവിട്ടി ദർശനം പൂർത്തിയാക്കാം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,870 രൂപ, പവന് 78,960 രൂപ. വെള്ളി ഗ്രാമിന് 192 രൂപ, കിലോ 1,92,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വർക്കലയിൽ പ്രിന്റിംഗ് മെഷീനിൽ കുടുങ്ങിയ 51കാരി മരണപ്പെട്ടു. ചെറുകുന്നം സ്വദേശി മീനയാണ് മരണപ്പെട്ടത്. മീനയുടെ സാരി മെഷീനിൽ കുടുങ്ങിയതാണ് അപകടമുണ്ടാകാൻ കാരണം. കൈയും തലയുടെ ഭാഗവും മെഷീന്റെ അകത്ത് പോയി ചതങ്ങി. കൂടെയുണ്ടായ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വർക്കലയിലെ MGM പ്രിന്റിംഗ് പ്രസ്സിലാണ് അപകടമുണ്ടായത്. കുടുങ്ങിയ സമയത്ത് അതുപോലെ സാരി അതിൻ്റെ ഷാഫ്റ്റ് പിന്നിങ് മെഷീൻ്റെ ഷാഫ്റ്റിൽ കുടുങ്ങിയതാണ്. അങ്ങനെ വലിയ മുറുകിപ്പോയതാണ്. അങ്ങനെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ജീവനുണ്ടായിരുന്നു. ട്രെയിനിലേക്ക് എന്തോ ഓക്സിജനേഷൻ സംഭവിച്ചു പോയാണ് മരണപ്പെട്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 16 പേർക്ക് കടന്നൽ കുത്തേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. മരത്തിന് മുകളിലുണ്ടായിരുന്ന കടന്നൽ കൂട് പരുന്ത് കൊത്തിയതിനെ തുടർന്നാണ് കുത്തേറ്റത്. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പൊതുപ്രവർത്തകൻ രഞ്ജിത്തിനും കഴുത്തിലും കൈയിലും കുത്തേറ്റു. കുത്തേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുണ്ടോണം വാർഡിൽ CSA പള്ളിയുടെ പുറകിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് ഒരു മാഞ്ഞിൽ മരത്തിൽ നിന്ന് ഈ കടന്തൽ അവിടെ നിന്ന് ഇളവി ഏകദേശം ഇവരെല്ലാവരെയും കടിച്ചിട്ടുണ്ട്. അതിലൊരു 3-4 പേർക്ക് മാരകമായിട്ടുള്ള കടിയേറ്റിട്ടുണ്ട്. അവരിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാട്ടാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇപ്പോൾ നേരെ റെഫർ ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരിക്കുകയാണ്. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? തൊഴിലുറപ്പിലെ ഏകദേശം 10-25 തൊഴിലാളികളുണ്ടായിരുന്നു. ഒരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് കടലുണ്ടി ഇടച്ചിറയിൽ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി. ഒരാൾ മരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. പള്ളിക്കൽ ബസാർ സ്വദേശിയായ മുനവറാണ് മരിച്ചത്. കോഴിക്കോട് കടലുണ്ടി ഇടച്ചിറയിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച ഒരാൾ മരിച്ചിരിക്കുന്നത്. അപകടത്തിൽ പള്ളിക്കൽ ബസാർ സ്വദേശി മുനവറാണ് മരിക്കുന്നത്. കോഴിക്കോട് കടലുണ്ടി ഇടച്ചിറയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ കാറ് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു മരണം സംഭവിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പള്ളിക്കൽ ബസാർ സ്വദേശിയായ മുനവറാണ് മരിച്ചത്.